ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമ്പൂർണ്ണമായി വോട്ടർ പട്ടിക റിവൈസ് ചെയ്യുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ ഈ റിവിഷൻ ആകെ വിവാദത്തിലാവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, റിവിഷന്റെ ഭാഗമായി ഇത്തവണ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സാധ്യതയുള്ള വോട്ടർമാരുടെ എണ്ണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. അവിടെയും ഇവിടെയും ഒറ്റയും തെറ്റയുമായി 1-2 പേരല്ല പുറത്താകുന്നത്. പകരം ഏകദേശം 65 ലക്ഷം മനുഷ്യരാണ്. അതായത് സംസ്ഥാനത്തൊട്ടാകെ ശരാശരി 8.3% പേരുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള ഒരു സാധ്യത. നിലവിൽ വ്യക്തമായ ഡാറ്റകൾ നോക്കാം. ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഡാറ്റകൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ജില്ലകൾ തിരിച്ചുള്ള കണക്കുകൾ ലഭ്യമായിട്ടുണ്ട്. ജില്ലാതല ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ദീർഘമായൊരു വിശകലനം ദി വയർ പ്ലാറ്റ്ഫോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബീഹാറിൽ ആകെ 38 ജില്ലകളാണുള്ളത്. അതിൽ 15 എണ്ണത്തിലും വോട്ടവകാശം നിഷേധിക്കാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലാണ്. ഗോപാൽഗഞ്ച്, പൂർണിയ, കിഷൻഗഞ്ച്, മധുബനി, ഭഗൽപൂർ, സഹർസ, മധേപുര, സീതാമഢി, ഷിയോഹർ, സമസ്തിപൂർ, സരൺ, ഭോജ്പൂർ, പൂർവി ചമ്പാരൻ, സിവാൻ, വൈശാലി ഈ ജില്ലകളിലെല്ലാം നന്നായി ബാധിക്കാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ വോട്ടവകാശം നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്നത് ഗോപാൽഗഞ്ചിലാണ്. 15.1%. 12.07% പേർക്ക് പൂർണിയ ജില്ലയിലും 11.82% പേർക്ക് കിഷൻഗഞ്ച് ജില്ലയിലും വോട്ടവകാശം നഷ്ടപ്പെട്ടേക്കും. സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള ഈ ജില്ലകളിൽ പക്ഷേ ഇതൊരു രാഷ്ട്രീയ ഭീഷണിയാണ്. പ്രതിപക്ഷത്തിന്റെ പ്രധാന വോട്ടർമാരെയാണോ ഈ പ്രക്രിയ കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന സംശയം ബലപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇവയെല്ലാം നിർണായകമായ പോരാട്ടങ്ങൾ നടക്കുന്ന ജില്ലകളാണ്. ഏറ്റവും ചെറിയ വോട്ട് വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാവുന്ന മണ്ഡലങ്ങളുള്ള ജില്ലകൾ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയായി രാഷ്ട്രീയ ജനതാദൾ അഥവാ RJD ഉയർന്നു വരുന്നത് 2020 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെ അന്നവർക്ക് പലയിടത്തും ഗണ്യമായ വിജയങ്ങൾ ലഭിച്ചു. ഇപ്പോഴത്തെ വോട്ട് നിഷേധിക്കലിന്റെ ഏറ്റവും വലിയ അപകട സാധ്യതയും അവരാണ് നേരിടുന്നതും. മഹാഗഡ്ബന്ധന്റെ കോട്ടകളായ സരൺ, ഭോജ്പൂർ, സിവാൻ എന്നിവിടങ്ങളിലെല്ലാം വോട്ടർമാരെ പുറത്താക്കുന്നത് കൊണ്ടുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളാണ്. ഇത് RJDയുടെ പ്രധാന രാഷ്ട്രീയ അടിത്തറക്ക് തന്നെ നേരിട്ട് ഭീഷണിയാണ്. മഹാഗഡ്ബന്ധന്റെ ശക്തി കേന്ദ്രമായ പാട്നയ്ക്കും 2020 പ്രതിപക്ഷ സഖ്യം തൂത്തുവാരിയ ഔറംഗാബാദ് പോലുള്ള പാർട്ടി കോട്ടകൾക്കുമെല്ലാം ഇത് ബാധകമാണ്. സംസ്ഥാനത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് ഭൂമികകളായ സമസ്തിപൂർ, വൈശാലി, മുസാഫർപൂർ എന്നിവിടങ്ങളിലെല്ലാം സംസ്ഥാന ശരാശരിയായ 8%-നേക്കാൾ കൂടുതലാണ് റിസ്ക് നിരക്ക്. കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവുകയാണ് എന്നർത്ഥം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ മാർജിനുകളുടെ സഹായത്തോടെ വിജയങ്ങൾ നേടിയ ഇടങ്ങളിൽ ഇതൊരു ആയുധമായി പ്രയോഗിക്കപ്പെടും. എതിരാളിയുടെ കോർ വോട്ടുകളുടെ ഒരു ചെറിയ ശതമാനം വോട്ട് നിഷേധിക്കുന്നത് തന്നെ നിരവധി മണ്ഡലങ്ങളെ മറിച്ചിടാൻ പര്യാപ്തമാണ് ബീഹാറിൽ. ഒരു ഉദാഹരണം നോക്കാം. NDAക്കും മഹാഗഡ്ബന്ധനും 2 സീറ്റുകൾ വീതം ലഭിച്ച മാധേപുര ജില്ല. ഇവിടെ 9.32% പേർക്കാണ് വോട്ടവകാശം നിഷേധിക്കാൻ സാധ്യതയുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നാടകീയമായി മാറ്റിമറിച്ചേക്കാവുന്ന ഒരു നടപടിയാണിത്. RJDയുടെ മുഖ്യ കേന്ദ്രങ്ങളായ ഗോപാൽഗഞ്ച്, സരൺ, സിവാൻ എന്നീ പ്രദേശങ്ങളിൽ കുടിയേറ്റ മേഖലകളിൽ അവിടെയുള്ള ദരിദ്രരെയും ദളിത് വോട്ടുകളെയും ഒഴിവാക്കിയാൽ ഫലം മറ്റൊന്നാകും. മഹാഗഡ്ബന്ധനും AIMIMനും നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകൾക്കും ഭീഷണികൾ ഏറെയാണ്. കഴിഞ്ഞ ജൂൺ 25 മുതലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ SIR എന്ന ഈ പ്രക്രിയ ആരംഭിച്ചത്. അന്നു മുതൽ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഭയവും ആശങ്കകളും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബീഹാറിലെ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്കക്കാരുമായ തങ്ങളുടെ വോട്ടർമാർ അവർ ഹാജരാക്കണമെന്ന് കമ്മീഷൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന രേഖകൾ മിക്കവരും കൈവശം വെക്കാൻ സാധ്യത നന്നേ കുറവാണെന്ന് പാർട്ടികൾ വാദിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അവസാനമായി വാദം കേട്ടപ്പോഴും അങ്ങനെയൊരു കൂട്ടപ്പുറത്താക്കൽ നടന്നാൽ തന്നെ തങ്ങൾ ഇടപെടുമെന്ന് സുപ്രീം കോടതി ഹർജിക്കാർക്ക് ഉറപ്പു നൽകിയിരുന്നു. അങ്ങനെയൊരു കൂട്ടപ്പുറത്താക്കലിന് സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് കോടതിയും വ്യംഗ്യമായി അംഗീകരിച്ചിരുന്നു എന്നർത്ഥം. ദി വയറിൽ പ്രസിദ്ധീകരിച്ച വിശകലനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ റിവിഷൻ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന് നിർണായകമായ സ്വാധീനങ്ങളുള്ള
പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിലാണ് എന്നാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഈ SIRന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതോടെ ഡാറ്റകൾ ലഭ്യമായി തുടങ്ങി. ഇതിനെ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളുമായി ക്രോസ് റെഫറൻസ് ചെയ്യുന്നതിലൂടെ ഈ പ്രക്രിയയിൽ എന്തുമാത്രം അവകാശ നിഷേധങ്ങൾ സംഭവിക്കും എന്ന ഒരു അപകട സാധ്യതയെ നമുക്ക് മനസ്സിലാക്കാനാകും. ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രക്രിയകളുടെ രാഷ്ട്രീയ അനന്തരഫലങ്ങൾ മാപ്പ് ചെയ്യാനും കഴിയും. അങ്ങനെയൊരു താരതമ്യ പഠനം നടത്തുകയായിരുന്നു ദി വയർ ചെയ്തത്. അതോടെ ചില ജില്ലകളിൽ ഗുരുതരമായ അപകട സാധ്യതകളുണ്ടെന്ന് ബോധ്യമായി. ഗോപാൽഗഞ്ചിലെ 7 വോട്ടർമാരിൽ ഒരാൾ വീതം പുറത്താക്കപ്പെടും. പൂർണിയയിൽ 8 വോട്ടർമാരിൽ ഒരാൾ വീതം പുറത്താകും. ഈ പ്രദേശങ്ങളെ അസാധാരണമാം വിധം അസ്ഥിരമാക്കാൻ ഇതു മതി. സംസ്ഥാന ശരാശരിയേക്കാൾ കൂടിയ ഉയർന്ന റിസ്ക് നേരിടേണ്ട വേറെയും 13 ജില്ലകളുണ്ട്. അവിടെയെല്ലാം രാഷ്ട്രീയ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇത് സംസ്ഥാന വ്യാപകമായ ഒരു പ്രശ്നമാണ് എന്നാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. മിതമായാണെങ്കിലും ഈ പ്രശ്നങ്ങൾ വേറെയും 20 ജില്ലകൾ അനുഭവിക്കുന്നുണ്ട്. ബീഹാറിൽ നിന്നുള്ള ഉയർന്ന കുടിയേറ്റമാണ് പല ജില്ലകളിലും ഈ കണക്ക് വരാൻ കാരണമായ പൊതുവായൊരു ഘടകം. ബീഹാറുകാർ പലരും മറ്റു പല നാടുകളിലും ജോലിക്ക് പോയവരാണ്. പുറം നാടുകളിൽ ജോലി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത വോട്ടർമാർ തന്നെ വലിയൊരു വിഭാഗം പേരും രേഖകൾ നൽകാൻ ഈ സമയത്ത് ബീഹാറിൽ ഹാജരായിരുന്നില്ല എന്നതാണ് സാധ്യത. ഈ ഡോക്യുമെന്റേഷൻ പ്രതിസന്ധി നഗരങ്ങളിലടക്കമുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾ, വാടകക്കാർ, അനൗപചാരിക തൊഴിലാളികൾ തുടങ്ങി അനേകം മനുഷ്യർക്ക് സ്ഥിരമായ താമസ രേഖയില്ലാത്തതും ഒരു രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. 2020 മഹാഗഠബന്ധൻ സഖ്യം പിടിച്ചെടുത്ത ശക്തി കേന്ദ്രങ്ങളിൽ സരണിലും ഭോജ്പൂരിലും സിവാനിലും വലിയ ആക്രമണമാണ് കമ്മീഷന്റെ ഈ റിവിഷൻ കൊണ്ടുവരാൻ പോകുന്നത്. സംസ്ഥാനത്തിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് യുദ്ധഭൂമികളായ സമസ്തിപൂർ, വൈശാലി, മുസാഫർപൂർ എന്നിവിടങ്ങളിലടക്കം മത്സരാധിഷ്ഠിത മണ്ഡലങ്ങളിൽ എതിരാളിയുടെ പ്രധാന വോട്ടർമാരിൽ ഒരു ചെറിയ ശതമാനത്തിന്റെ വോട്ടവകാശം നിഷേധിക്കുന്നത് പോലും ഒന്നിലധികം സീറ്റുകളെ മറിച്ചിടാൻ പര്യാപ്തമാക്കും. അതോടൊപ്പം NDA ശക്തി കേന്ദ്രങ്ങളിൽ അധികാരം ഉറപ്പിക്കുകയും ചെയ്യുന്നു. മധുബനി പോലുള്ള NDA ശക്തി കേന്ദ്രങ്ങളിലും ഉയർന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഭരണസഖ്യത്തിന് ദോഷം വരുത്തുന്ന കാര്യമല്ല, മറിച്ച് പ്രതിപക്ഷത്തിന്റെ അടിത്തറയെ അടിച്ചമർത്തുകയുള്ളൂ. ഈ ജില്ലകളിലെ മഹാഗഠബന്ധൻ വോട്ടർമാരുടെ വ്യാപകമായ വോട്ടവകാശ നഷ്ടം പ്രതിപക്ഷത്തിന്റെ മനോവീര്യം തകർക്കുകയും NDAക്ക് വൻ വിജയമൊരുക്കുന്ന മാർജിനിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതൊരു വെറും ഭരണപരമായ പ്രക്രിയ മാത്രമാണോ, അതോ കമ്മീഷനെ ഉപയോഗിച്ച് ആരൊക്കെയോ പ്രയോഗിക്കുന്ന രാഷ്ട്രീയ ആയുധമാണോ? വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ 65 ലക്ഷത്തിലധികം ആളുകൾക്ക് വോട്ടവകാശം നിഷേധിക്കുന്ന പ്രതിസന്ധിയാവുക, അതാണ് ബീഹാറിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബീഹാറിൻ്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ വ്യവസ്ഥാപിതമായി പുനർനിർമ്മിക്കാൻ പാകപ്പെടുത്തുന്ന ഒരു ഭീഷണിയാണിത്. ചുരുക്കത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ വളരെ ഫലപ്രദമായ ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നു. ഇത് ബീഹാറിൽ ഒതുങ്ങില്ല. അടുത്ത തവണ കേരളമടക്കമുള്ള മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലേക്കും വരും. ഇന്ത്യ മുഴുവൻ ഈ നിലമൊരുക്കലിന് സാക്ഷിയാവേണ്ടി വരും.